ഹലോ ഗൈസ്, റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യലാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നടുക്കത്തെ കളറൊന്നും മാറില്ല. ഇപ്പോഴും ഇതേ കണ്ട നടുക്കത്തെ കളറും മാറില്ല. പിന്നെ മഞ്ഞയുടെ പിന്നിൽ ഇപ്പോഴും വെള്ളയായിരിക്കും. ഗ്രീനിൻ്റെ പിന്നിൽ ഇപ്പോഴും നീലയായിരിക്കും. പിന്നെ ഓറഞ്ചിൻ്റെ പിന്നിൽ റെഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ ആദ്യം ഒരു കളർ എടുക്കുക. ഞാൻ ഇവിടെ വെള്ള എടുത്തോളെ, എനിക്ക് വേറെ ഏതെങ്കിലും കളർ എടുക്കുക. അപ്പോൾ വെള്ളയുടെ പിന്നിൽ നമ്മൾ യെല്ലോ, അപ്പോൾ യെല്ലോയുടെ അവിടെ ഒരു ക്രോസ് ഉണ്ടാക്കണം. അതെ, ഇതിങ്ങനെ അതെ യെല്ലോയുടെ പിന്നിൽ വെള്ളയുടെ പിന്നിൽ ഇവിടെ വെള്ളം കൊണ്ട് ഒരു ക്രോസ് ഉണ്ടാക്കണം. അടുത്ത കളർ നോക്കുക, ഇത് ഇവിടേക്ക് എത്തിക്കുക. പിന്നെ ഇത് കൂട്ടി ഇപ്പോൾ ഒരു ക്രോസ് ഉണ്ടായിട്ട് ഇനി അത് പിന്നിക്ക് കൊണ്ടുപോകും. കളറ് മാച്ചാക്കണം. ഇവിടുത്തെ കളർ മാച്ചാക്കണം. അത് മാച്ചായി. അപ്പോൾ ഇത് പിന്നിക്ക് തിരിക്കുക. വീണ്ടും കളർ, അപ്പോൾ ഇവിടെ റെഡ്, അപ്പോൾ തിരിക്കുക. അത് റെഡ് മാച്ചായി. അപ്പോൾ ഇത് പിന്നിക്ക് ഇതിങ്ങനെ തിരിക്കുക. ഇത് പിന്നിക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഓറഞ്ച് ഇങ്ങനെ അതേ ഓറഞ്ച് മാച്ചായി. അപ്പോൾ ഇത് പിന്നിക്ക് തിരിക്കുക. വീണ്ടും ഗ്രീൻ ഓൾറെഡി മാച്ച്, അപ്പോൾ ഇത് പിന്നിക്ക് തിരിക്കുക. പിന്നെ വെള്ള ക്രോസ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം നീലയ്ക്ക് നീല, ഓറഞ്ചിന് ഓറഞ്ച്, ഗ്രീനിന് ഗ്രീൻ, റെഡിന് റെഡ്. പിന്നെ ഇനി ഈ മൂലകൾ ചെയ്യാൻ നമ്മൾ ഈ ഫുള്ള് വിരി നമ്മൾ ശരിയാക്കും. പിന്നെ ആദ്യം വേണ്ടത് ഇവിടെ ഗ്രീന്, ഇവിടെ ഓറഞ്ച്, ഓറഞ്ചിൻ്റെ കട്ട. അപ്പോൾ ഇവിടെ ഈ കട്ടയാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരേണ്ടത്. ഇത് നമ്മൾ ഇത് സൈഡിലേക്ക് വെക്കുക. ഈ കൊണ്ടുവരേണ്ട കട്ട സൈഡിലേക്ക് വെക്കുക 2 പ്രാവശ്യം. 1 2. ഇത് പൊക്കുക. ഇത് സൈഡിലേക്ക് വെക്കുക. ഇങ്ങനെ ഇത് ശരി. ഇനി ഇതേ റെഡും പിന്നെ ഗ്രീനും. അപ്പോൾ ഇവിടേക്ക് വരേണ്ട കട്ട നോക്കുക. ഇതേ ഇതാണ് ഇവിടേക്ക് വരേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ഇത് ഇങ്ങനെ 2 പ്രാവശ്യം തിരിക്കുക. അപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവും. ഇത് ഒന്നുകൂടി തിരിക്കുക. ഇത് പൊക്കുക, ഇങ്ങോട്ട് വെക്കുക, വീണ്ടും തിരിക്കുക, എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. ഇത് ഇവിടേക്ക് ഉണ്ടാവും. ഇത് പൊക്കുക, ഇതിങ്ങനെ വെക്കുക. അപ്പോൾ ഇത് ശരി. ഇനി ഓറഞ്ച് ബ്ലൂ കട്ട നോക്കുക. ഇത് കിട്ടി. പിന്നെ ഇതിങ്ങനെ പൊക്കുക, ഇങ്ങനെ വെക്കുക. ശരി. ഇനി റെഡ് ബ്ലൂ നോക്കേ. അപ്പോൾ നമ്മൾ ഇത് പൊക്കിയിട്ട് ഇങ്ങനെ വെക്കുക. ശരി. ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ ലൈനാണ് നോക്കണത്. ഒന്നാമത്തെ ഇത് കംപ്ലീറ്റ് ആയിട്ട്. ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ വരിക നോക്കണം. അപ്പോൾ ആദ്യം റെഡ് നോക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ റെഡ് ഉണ്ട്, പക്ഷെ ഇത് മഞ്ഞയാണ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ കളർ നോക്കുക. ഓറഞ്ച്, ഇത് ഓറഞ്ച്. ഇത് ഇങ്ങോട്ടേക്കല്ലേ വരണ്ടേ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം
സൈഡിലേക്ക് തിരിക്കുക, ഇത് പൊക്കുക, ഇങ്ങോട്ടാക്കുക, ഇങ്ങനെയാക്കുക. ശരി. ഇത് ഞാൻ 2-3 പ്രാവശ്യം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വൈറ്റ് എപ്പോഴും ബോട്ടമായിരിക്കും അടിയിൽ. ഇനി അടുത്ത കളറ് എല്ലാ കളറും സൈഡിലാണ്. അപ്പം ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി. ഇങ്ങോട്ടൊക്കെ പൊക്കുക, ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയൊക്കെ. അതെ, അപ്പം ഇത് പുറത്തേക്ക് വന്നു. നമുക്ക് മനസ്സിലായിണ്ടാവില്ല, കാണിച്ചു തരാം. ഇത് നമ്മൾക്ക് ഇങ്ങോട്ടല്ല കൊണ്ടുവരണ്ടേ, അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തിരിക്കുക. പിന്നെ ഈ കട്ടീൻ്റെ ഉള്ളിലേക്ക് വരണ്ടേ, അപ്പോൾ ആ ഭാഗം പൊക്കുക. പിന്നെ ഈ സാധനം ഇങ്ങോട്ട് തിരിക്കുക, അടിയിലേക്ക് വെക്കുക, സൈഡിലേക്ക് വെക്കുക, ഇത് പൊക്കുക, ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുക. ഈ ഭാഗവും കിട്ടി, ഈ ഭാഗവും കിട്ടി. അടുത്ത ഭാഗം നമ്മൾ തപ്പുമ്പോൾ ഇവിടെ ഗ്രീൻ, ഈ ഗ്രീൻ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക, ഇത് പൊക്കുക, ഇതിങ്ങോട്ട് തിരിക്കുക, അടിയിലേക്ക് വെക്കുക, ഇത് സൈഡിലേക്ക് വീണ്ടും തിരിക്കുക. ഗൈസ്, ആ കളറ് മാറിപ്പോയി. ഇതെന്തായാലും ഇവിടേക്കാണ് വരണ്ടേ. അപ്പം നമ്മൾ ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ടൊക്കെ. ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിരിക്കുക. ഇത് പൊക്കുക, ഇത് ഗ്രീൻ. ഇപ്പം റെഡിലേക്കാണെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കുക, ഇത് പൊക്കുക, ഇങ്ങോട്ടാക്കുക, ഈ അടിയിലേക്ക് വെക്കുക, ഇതിങ്ങോട്ടാക്കുക, മുകളിലേക്ക് വെക്കുക, ഇതിങ്ങനെയാക്കുക. ഇത് ശരി. പിന്നെ അടുത്ത കട്ട നോക്കുക, ഇവിടെ ഇതിങ്ങോട്ടല്ലേ, ഇത് സൈഡിലേക്ക് തിരിക്കുക, ഇത് മുകളിലേക്ക് വെക്കുക, ഇങ്ങനെ വെക്കുക, ഇതിങ്ങനെ വെക്കുക. ഇത് സ്ലോയിലിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ ഈ വരി കംപ്ലീറ്റ്. ഇനി നമ്മൾ ടോപ്പ് ലെയറാണ്. ഇതിന് 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം ക്രോസ് ചെയ്യുക, ഇങ്ങനെ ആദ്യം ഇവിടെ കുരിശുണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ്. ആദ്യം നമ്മളൊരു ഭാഗം ഇവിടെ മഞ്ഞ, അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഒരു ഭാഗമാണ് ഉണ്ടാക്കണം. ജെ പോലെ ഒരു ഭാഗം ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഫേസ് മുകളിലേക്ക് പോലെ പിടിക്കുക. എന്നിട്ട് ഈ ഭാഗം വേണ്ട, ഇതിങ്ങനെ തിരിക്കുക, എന്ന് വെച്ചാൽ ഇങ്ങോട്ട് തിരിക്കുക. എന്നിട്ട് ഇത് പൊക്കുക, ഇത് സൈഡിലേക്ക് വെക്കുക, അടിയിലേക്ക് വെക്കുക, ഇങ്ങോട്ടാക്കുക, ഇങ്ങോട്ടാക്കുക. ഒരു ജെ പോലെ ഉണ്ടാവും. ചിലവർക്ക് ജെ പോലെ ആയിരിക്കും ആദ്യം കിട്ടിയിട്ടുണ്ടാവുക. ചിലവർക്ക് ഇവിടെ അങ്ങനെ ഒരു വര പോലെ ഉണ്ടാവും. ചിലവർക്ക് നേരെ പ്ലസ് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അവർ സ്കിപ്പ് അടിച്ചാൽ മതി. ഇനി അടുത്തത് നമ്മളിത് ഇങ്ങനെ ഒരു വര ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് ഈ സെയിം സ്റ്റെപ്പ് തന്നെ അങ്ങോട്ടാക്കുക, എന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് ആദ്യം സൈഡിലേക്ക് തിരിക്കുക, മുകളിലേക്ക് വെക്കുക, ഇങ്ങോട്ടാക്കുക, അടിയിലേക്ക് അയക്കുക, ഇത് ഇങ്ങോട്ടാക്കുക, ഇങ്ങോട്ടാക്കുക. അപ്പോൾ ഇതൊരു വര പോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരെ പ്ലസ് ആക്കുക. പ്ലസ് ആക്കണേനും സെയിം സ്റ്റെപ്പ് തന്നെ. ഇങ്ങനെ വെക്കുക, മുകളിലേക്ക് വെക്കുക, സൈഡിലേക്ക് തിരിക്കുക, അടിയിലേക്ക് വെക്കുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെ വീണ്ടും തിരിക്കുക. ഇതെങ്ങനെ തന്നെ. അപ്പോൾ ഇതിവിടെ ഒരു പ്ലസ് കിട്ടി. ഇനി നമ്മൾ ഈ ഭാഗം കണ്ടോ, ഇത് മാച്ചാക്കുക. ഇത് കഴിഞ്ഞിട്ട് കോർണർ ചെയ്തിട്ട് ശരിയാക്കുക. അപ്പം അതിന് നമുക്ക്
അങ്ങനെ തപ്പ ഇവിടെ കോർണർ മാച്ച് ചെയ്യിപ്പിക്കുക. ഇത് മാച്ചായി, ഇത് മാച്ചായിട്ടില്ല, ഇത് മാച്ചായിട്ടില്ല, ഇത് മാച്ചായി, ഇത് മാച്ചായിട്ടില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ചിലർക്ക് ഇത് മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ഇതെല്ലാം മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ടാവും. മാച്ചായിട്ട് കിട്ടാത്തവർ എന്തിട്ടാ ചെയ്യണ്ടതെന്ന് വെച്ചാൽ മാച്ചായ ഭാഗം എന്നിട്ട് സൈഡിലേക്ക് പിടിക്കുക. സൈഡിലേക്ക് പിടിച്ചിട്ട് ഇതിങ്ങനെ ഇതടിക്കുക. എന്നിട്ട് ഇത് പൊക്കുക. എന്നിട്ട് ഇത് സൈഡിലേക്ക് വെക്കുക, ഇതടിയിലേക്ക് വെക്കുക, സൈഡിലേക്ക് വെക്കുക, പൊക്കുക, സൈഡിലേക്ക് വെക്കുക, സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് വീണ്ടും സൈഡിലേക്ക് വെക്കുക, നോക്കുക. എന്നിട്ട് സൈഡിലേക്ക് ആക്കിയിട്ട് നോക്കുക. അങ്ങനെ തിരിച്ച് നോക്കുക. അപ്പോൾ ഈ ഭാഗവും രണ്ടിങ്ങനെ മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മാച്ചായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഈ സൈഡിലേക്ക് പിടിക്കുക. പിന്നെ രണ്ടെണ്ണം ഇങ്ങനെ മാച്ചായിട്ട് കിട്ടുന്നുണ്ടാവും. ഒരെണ്ണം പിന്നിക്കും ഒരെണ്ണം സൈഡിക്കും ഇങ്ങനെ പിടിക്കുക. സെയിം സ്റ്റെപ്പ് തന്നെ. ഒരെണ്ണം സൈഡിക്കും ഒരെണ്ണം പിന്നിക്കും ഇട്ടാൽ. എന്നിട്ട് ഇങ്ങനെ പൊക്കുക, ഇങ്ങനെ വെക്കുക, ഇടിക്കുക വെക്കുക, തിരിക്കുക, പൊക്കുക, 2 പ്രാവശ്യം ഒന്നും തിരിക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക. ഇത് മാച്ചായി, ഇത് മാച്ചായി, ഇത് മാച്ചായി, ഇത് മാച്ചായി. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൂലകൾ ശരിയാക്കുക. അപ്പോൾ നമ്മളുടെ ക്യൂബ് സോൾവ് ആകും. അപ്പോൾ ഇനി ഏകദേശം ശരിയായ ഒരു ഭാഗം നോക്കാം. എനിക്കിത് ഏകദേശം ശരിയുണ്ട്. ചിലർക്ക് ശരിയുണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു മൂല പിടിക്കുക. എനിക്കറിഞ്ഞ ശരിയായി, ചിലവർക്കൊന്നും ശരിയുണ്ടാവില്ല. ചിലവർക്കാണെങ്കിൽ ശരിയുണ്ടാവും. ഇത് ഫുള്ള് ശരിയായി. ഇത് ഏകദേശം ശരിയായിട്ടുണ്ട് ഈ ഭാഗം. അപ്പം നമ്മൾ ചിലവർക്കിത് ഒരു കട്ട മാത്രം ഇങ്ങനെ ശരിയായിട്ട് നിൽക്കണ്ടാവും. ആ കട്ടയിലും കുഴപ്പമില്ല പിടിച്ചോ. എന്നിട്ട് ഇങ്ങോട്ട് ഈ ഏകദേശം ശരിയായ കട്ട നമ്മുടെ റൈറ്റിലേക്ക് പിടിക്കുക. എന്നിട്ട് സൈഡിലേക്ക് ആക്കുക. ഇത് പൊക്കുക, ഇങ്ങോട്ടാക്കുക, ഇതിങ്ങോട്ട് പൊക്കുക, വീണ്ടും വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇത് അടിയിലേക്ക് വെക്കുക, ഇത് ഇങ്ങോട്ടാക്കുക, ഇത് അടിയിലേക്ക് വെക്കുക. അപ്പം എല്ലാത്തും നോക്കുക ശരിയായിട്ടില്ല. അപ്പോൾ വീണ്ടും ചെയ്യുക ആ സെയിം സ്റ്റെപ്പ് തന്നെ. ചിലവർക്ക് എല്ലാതും ഇങ്ങനെ ഏകദേശം ശരിയായ പോലെ വരും. വീണ്ടും ആ സ്റ്റെപ്പ് ചെയ്യുക. ഇതിങ്ങനെ സൈഡിലേക്ക് വെക്കുക, ഇത് പൊക്കുക, ഇത് ഇങ്ങോട്ടാക്കുക, ഇത് പൊക്കുക, ഇത് ഇങ്ങോട്ടാക്കുക, ഇത് ഇങ്ങോട്ടാക്കുക, അടിയിലേക്ക് വെക്കുക. അപ്പം നോക്കിയോ, എല്ലാം ഏകദേശം ശരിയായ പോലെ കണ്ട. ഇതെല്ലാം ഇതൊരു കട്ട തിരിഞ്ഞ പോലെ കണ്ട. ഇത് കണ്ട, കട്ട തിരിഞ്ഞ പോലെ ഉണ്ട്. ഈ ഗ്രീൻ ഇവിടേക്ക്, ഈ ഓറഞ്ച് ഇവിടേക്ക്, ഈ മഞ്ഞ ഇവിടേക്ക്, ഈ മഞ്ഞ ഇവിടേക്ക്, ഈ ഓറഞ്ച് ഇവിടേക്ക്, ഈ റെഡ് ഇവിടേക്ക്. അതുപോലെ ഉണ്ടാവും. എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. ചിലവർക്ക് ഈ 2 ശരിയായിട്ടുണ്ടാവും, പിന്നെ ഇത് 2 ശരിയായിട്ടുണ്ടാവില്ല. അതുപോലെയാണെങ്കിൽ ഞാൻ കാണിച്ച് ഈ സ്റ്റെപ്പ് അത് അങ്ങനെയാണെങ്കിൽ വേറൊരു രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 കട്ട ശരിയാക്കുക. അപ്പോൾ ഇത് അടിയിലേക്ക് ആക്കുക. ഇങ്ങനെ ആവണം കേട്ടോ. 2 മഞ്ഞ ഇങ്ങനെ ആവണം. ഇവിടുത്തെ ആണെങ്കിൽ ഇങ്ങനെ മഞ്ഞ, ഇത് 2 ഇതിങ്ങനെ. അപ്പോൾ ഈ 2 ഇതിങ്ങനെ സെയിം ആയിട്ടിരിക്കണം. ഈ 2 മഞ്ഞും സെയിം ഇതിങ്ങനെ നോക്കിയിരിക്കണ പോലെ. എന്നിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇത് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് അങ്ങനെ പറയും. ഡൗൺ ലെഫ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കുക. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്.
അപ്പ് റൈറ്റ്. ഇവിടെ ഇത് കിട്ടിയിട്ടുണ്ടാവും. മഞ്ഞ കിട്ടി. എന്നാലും റൈറ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഇതുപോലെ ഇതിങ്ങനെ ആക്കിയിട്ട് മുകളിലത്തെ ഭാഗം തിരിക്കുക. എന്നിട്ട് വീണ്ടും ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഡൗൺ ലെഫ്റ്റ്. അപ്പോൾ മഞ്ഞ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുകളിലേക്ക് വെക്കുക. ഇതുകൊണ്ട് തിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും. നമ്മൾ ശരിക്കും ഇതിങ്ങനെ കൊണ്ടുവരാം. പീരണ്ട കട്ടായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ചിലവർക്ക് ആദ്യമേ തന്നെ ഇങ്ങനെ 2 കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സെയിം തന്നെ ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. നിങ്ങൾക്ക് ഈ മഞ്ഞ പിടിക്ക് കിട്ടിയാലും റൈറ്റ് ചെയ്യാണ്ട് നിർത്താൻ പാടില്ല. പിന്നെ വീണ്ടും ഇങ്ങോട്ട് തിരിക്കുക. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഇവിടെ ക്യൂബ് ശരി. ഇത്ര എളുപ്പമാണ്. 1 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 1 മിനിറ്റിന് താഴെ ഒക്കെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാം. ഇത്ര എളുപ്പമുള്ള കാര്യം അത്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അടുത്തത് ഞാൻ നിങ്ങൾക്ക് 4x4 പഠിപ്പിച്ചു തരാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ആവശ്യമുള്ളവർ.